നാളെ റമദാൻ ഒന്നാണെന്നറിഞ്ഞാൽ, അതായത് നാളെ മഗ്രിബോടുകൂടി റമദാനിൻ്റെ പിറ കണ്ടു എന്ന് നമ്മൾ അറിഞ്ഞാൽ ചെയ്യേണ്ട, പറയേണ്ട വളരെ ശ്രേഷ്ഠമുള്ള ഒരു കൂട്ടം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. റമദാനിൻ്റെ ഓരോ രാത്രിയിലും പകലിലും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന എന്നാൽ വളരെയധികം പ്രതിഫലം കോരിക്കൂട്ടാൻ പറ്റുന്ന ഒരു കൂട്ടം കാര്യങ്ങൾ കൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം. പരിശുദ്ധമായ റമദാനിൽ പിറ കണ്ടതു മുതൽ നമ്മൾ രാത്രിയിലും പകലിലും ചെയ്യുന്ന നിസ്കാരങ്ങളിൽ ഉൾപ്പെടെ, നോമ്പിൻ്റെ നിയ്യത്തിൽ ഉൾപ്പെടെ, അതുപോലെ തന്നെ ഒരുപാട് മസ്അലകൾ അടങ്ങുന്ന ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ റബ്ബ് തൗഫീക്ക് നൽകട്ടെ. പ്രത്യേകിച്ച് റമദാൻ മാസം കടന്നു വരികയാണ്. റമദാനിലെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ. പലരും ചോദിക്കുന്നു, ഉസ്താദെ, എന്നാണ് ഈ വർഷത്തെ റമദാൻ നോമ്പ് എപ്പോഴാണ് തുടങ്ങുന്നത്? ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ്. പലരും ഈ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോകളുടെ കമൻറ്റിലൂടെയൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ റമദാൻ 1 എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ശനിയാഴ്ച, അതായത് മാർച്ച് 1-ാം തീയതി, ഷഅബാൻ 29 ഷഅബാൻ 29 മാർച്ച് 1 അന്ന് മഗ്രിബോടുകൂടി, ശനിയാഴ്ച മഗ്രിബോടുകൂടി നിലാവ് കണ്ടാൽ, പിറ കണ്ടാൽ, മാർച്ച് 2-ാം തീയതി, അതായത് ഞായറാഴ്ച, വിശുദ്ധമായ റമദാൻ 1 ആയിരിക്കും. അപ്പോൾ ശനിയാഴ്ച മഗ്രിബോടുകൂടി നിലാവ് കണ്ടാൽ നമ്മൾ ശനിയാഴ്ച രാത്രി തന്നെ ഇൻഷാ അള്ളാഹ് പരിശുദ്ധമായ തറാവീഹ് നമസ്കാരം തുടങ്ങും. ഇനി ശനിയാഴ്ച മഗ്രിബോടുകൂടി നിലാവ് കണ്ടില്ല എങ്കിൽ മാർച്ച് 2-ാം തീയതി ഞായറാഴ്ച, വിശുദ്ധമായ ഷഅബാൻ മാസം 30 പൂർത്തിയാക്കി, മാർച്ച് 3-ാം തീയതി തിങ്കളാഴ്ച, വിശുദ്ധമായ പരിപാവനമായ റമദാൻ 1 ആയിരിക്കും. അപ്പോൾ ശനിയാഴ്ച മഗ്രിബോടുകൂടി നിലാവ് കണ്ടില്ല എങ്കിൽ നമ്മൾ ഞായറാഴ്ച രാത്രി തൊട്ടാണ് ഇൻഷാ അള്ളാഹ് വിശുദ്ധമായ തറാവീഹ് നമസ്കാരം തുടങ്ങുക. അപ്പോൾ ഞായറാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച ആയിരിക്കും റമദാൻ 1, ഈ വർഷത്തെ റമദാൻ 1 നോമ്പ് തുടങ്ങുന്നത്. അത് നമുക്ക് അറിയാൻ പറ്റുക വരുന്ന മാർച്ച് 1-ാം തീയതി ശനിയാഴ്ച മഗ്രിബോട് കൂടിയായിരിക്കും നമുക്ക് അത് എന്നാണെന്ന് അറിയാൻ പറ്റുക. നാളെ റമദാൻ 1 ആണെന്നറിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം തന്നെ നാളേക്ക് വെക്കേണ്ട ഇന്ന് തന്നെ നമ്മൾ മാനസികമായി ഒന്ന് തയ്യാറെടുപ്പാണ്. നമ്മുടെ വീട്ടിലേക്കൊരു വിരുന്നുകാരൻ വരുമ്പോൾ ആ വിരുന്നുകാരൻ വരുന്നത് നമുക്ക് ഇഷ്ടമല്ല എങ്കിൽ നമ്മൾ അയാളോട് പെരുമാറുന്ന രീതിയും, നമ്മൾ പ്രത്യേകം ക്ഷണിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വിരുന്നുകാരനോട് നമ്മൾ പെരുമാറുന്ന രീതിയും വ്യത്യസ്തമാണ്. നമുക്കിഷ്ടമല്ലാത്തൊരു വിരുന്നുകാരൻ വന്നാൽ നമ്മൾ അയാളെ കൂടുതൽ പരിഗണിക്കാതെ, വലിയ ഭക്ഷണത്തിൽ വലിയ ശ്രദ്ധയൊന്നും പുലർത്താതെ, അയാളോട് മാന്യമായിട്ട് പെരുമാറാതെ, സംസാരിക്കാതെ, അയാൾക്കൊരു മുഷിപ്പുണ്ടാകുന്ന തരത്തിലായിരിക്കും നമ്മുടെ പെരുമാറ്റം. കാരണം എന്താ? നമുക്ക് അയാളെ ഇഷ്ടമല്ല. ഇനി നമുക്ക് ഇഷ്ടമുള്ള ആളാണെങ്കിൽ അയാളെ തൃപ്തിപ്പെടുത്താൻ നമ്മൾ എന്തെല്ലാം പണികൾ ചെയ്യോ അത് മുഴുവനും ചെയ്യും. എന്നതുപോലെ നമ്മളിലേക്ക് കടന്നു വരുന്ന റമദാൻ നമ്മൾ ദുആ ചെയ്ത് ക്ഷണിച്ച് വരുന്ന അതിഥിയാണ്. നമ്മൾ 2 മാസമായി ദുആ ചെയ്യുന്നു. എന്താ ദുആ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമദാൻ. ഈ ദുആ ചെയ്യേണ്ട, ഇത് ചെയ്യുന്നത് കേട്ട് നമ്മൾ ആമീനെങ്കിലും പറഞ്ഞവരാണല്ലോ. ആമീൻ പറയുമ്പോൾ തന്നെ അത് നമ്മൾ ദുആ ചെയ്തതുപോലെയാണ്. നമ്മൾ ക്ഷണിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക്, നമ്മളിലേക്ക് കടന്നു വരുന്ന അതിഥിയാണ് പരിശുദ്ധമായ റമദാൻ. ആ റമദാൻ കടന്നു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം നല്ല തയ്യാറെടുപ്പ്, നല്ല മുന്നൊരുക്കം. എങ്ങനെ? മാനസികമായിട്ട് നല്ല ഇഖ്ലാസ് വേണം. ഇൻഷാ അള്ളാഹ് റമദാൻ വരികയാണല്ലോ, ഈ റമദാൻ വരുമ്പോൾ എനിക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്യണം, ഒരുപാട് നിസ്കരിക്കണം, തറാവീഹ് മുടങ്ങാൻ പാടില്ല, വിത്ർ മുടങ്ങാൻ പാടില്ല, തസ്ബീഹ് നിസ്കാരം കഴിയുന്നതുപോലെ നിസ്കരിക്കണം, അതുപോലെ തന്നെ മറ്റു സുന്നത്തുകൾ നിസ്കരിക്കണം, അതുപോലെ ഒരുപാട് ഖത്മുൽ ഖുർആൻ തീർക്കണം, നോമ്പുതുറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എനിക്ക് ബന്ധപ്പെടണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നന്മകൾ ചെയ്യണമെന്നുള്ള നല്ല നീയത്ത് ഇപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നാൽ വലിയ പ്രതിഫലം ഇപ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ അല്ലാഹ് രേഖപ്പെടുത്തും.
നമ്മൾ ചെയ്യാൻ നന്മയായ കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ തന്നെ വലിയ കൂലിയാണ്. ഒരു നന്മ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലൊരു കരുതലുണ്ടല്ലോ, എനിക്ക് പള്ളിയിൽ പോകണം, നിസ്കരിക്കണമെന്നുള്ള ആ കരുതലിന് തന്നെ വലിയ പ്രതിഫലമാണ്. അപ്പോൾ ഇപ്പോഴേ നമ്മൾ ഈ റമദാൻ വരുന്നതിന് മുമ്പ് ഒന്ന് തയ്യാറാവുക, മാനസികമായി ശാരീരികമായി ഒന്ന് തയ്യാറാവുക. ശാരീരികമായി എങ്ങനെയാണ് തയ്യാറാവേണ്ടത്? നമ്മുടെ മനസ്സിലുള്ള കുശുമ്പ്, അസൂയ, അതുപോലെ തന്നെ മറ്റുള്ളവരോട് പറ്റി പറയുന്ന വേണ്ടാത്തരങ്ങൾ, ഏഷണി, പരദൂഷണം, കളവ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്നല്ല മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റിയേക്കുക. റമദാനാ വരുന്നത്. അതുകൊണ്ട് ഈ മോശപ്പെട്ട മനസ്സും ദുഷിച്ച ശരീരവുമായിട്ട് റമദാനിനെ സ്വീകരിക്കാൻ നമുക്കാവില്ല, നമുക്ക് പറ്റില്ല. റമദാൻ അങ്ങനെയുള്ള ആളുകളുടെ വീട്ടിലേക്ക് പോവില്ല, അങ്ങനെയുള്ള ആളുകളെ റമദാൻ അംഗീകരിക്കില്ല. അപ്പോൾ ആദ്യത്തേത് ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ നല്ല ഒരു മുന്നൊരുക്കമാണ് റമദാനിനെ സ്വീകരിക്കാനുള്ള നല്ലൊരു തയ്യാറെടുപ്പാണ്. പിന്നെ റമദാൻ ഒന്നാണെന്ന് അറിഞ്ഞാൽ, നാളെ മഗ്രിബോട് കൂടി റമദാൻ ഒന്നാണെന്ന് അറിഞ്ഞാൽ, നമ്മൾ വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ മറ്റുള്ളവർ പറഞ്ഞോ വാർത്താ ചാനലിലൂടെയോ ഒക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ദിക്ർ പറയണം. ഇതെല്ലാ മാസത്തിൻ്റെയും പിറ കണ്ടാൽ പറയേണ്ട ദിക്റാണ്. പ്രത്യേകിച്ച് റമദാനിൻ്റെ പിറ കണ്ടാൽ, റമദാൻ ഒന്നാണെന്നറിഞ്ഞാൽ ഈ ദുആ ചെയ്യുമ്പോൾ ഇതൊരു വലിയ കൂലിയാണ്. കാരണം ഒരു സുന്നത്തിനൊരു ഫർളിൻ്റെ കൂലിയാണല്ലോ, ഈ ദുആ പറയൽ സുന്നത്താണല്ലോ, അപ്പോൾ ഫർളിൻ്റെ കൂലി കിട്ടും. എന്താണ് ആ ദുആ? അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ്. അല്ലാഹുവേ നീയാണ് വലിയവൻ, അല്ലാഹുവേ പരിശുദ്ധമായ ഈ മാസം ഞങ്ങളിലേക്ക് ഇതാ കടന്നു വന്നു, അല്ലെങ്കിൽ ഈ പരിശുദ്ധമായ മാസത്തിൻ്റെ പൊന്നമ്പിളി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ മാസം ഞങ്ങൾക്ക് ഈമാൻ തരണേ, ഈമാനിലാക്കണേ, ഇസ്തിഖാമത്ത് നല്ല ദൃഢനിശ്ചയത്തിലാക്കണേ, അതുപോലെ തന്നെ നിൻ്റെ സംരക്ഷണത്തിലാക്കണേ, ഞങ്ങൾക്ക് ഒരുപാട് നന്മകൾ നൽകണേ, തിന്മകളെ തൊട്ട് കാക്കണേ. അല്ലാഹുവേ എല്ലാവിധ ഖൈറാത്തുകളും ഈ മാസത്തിൽ ഞങ്ങൾക്ക് നൽകണേ, എല്ലാവിധ ഷർറുകളെ തൊട്ടും കാക്കണേ. ഓ നിലാവേ, അല്ലെങ്കിൽ ഓ മാസമേ, നിന്റെ റബ്ബും ഞങ്ങളുടെ റബ്ബും നമ്മുടെ റബ്ബും അല്ലാഹുവാൻ. ഇതാണ് ആ ദുആഇൻ്റെ മൊത്തത്തിൽ അർത്ഥം. ഒന്നുകൂടി പറയാം. അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ്. ഇതാണ് രണ്ടാമതായി ചെയ്യേണ്ടത്. പിന്നെയോ, നാളെ റമദാൻ ഒന്നാണെന്നറിഞ്ഞാൽ നാളത്തെ ഇശാ മഗ്രിബിന് ശേഷമായിരിക്കുമല്ലോ ഏതായാലും അറിയുക. അപ്പോൾ ഇശാ നിസ്കാരം, പിന്നെ ഉള്ളതെന്താ, ഇശാ കഴിഞ്ഞാൽ ഇശാക്ക് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തുണ്ട്. പല ആളുകളും അത് മറന്നുപോകും. റമദാനിൽ പ്രത്യേകിച്ച് അത് മറന്നു പോകാൻ പാടില്ല. ഇശാ നിസ്കാരം 4 റക്അത്ത്, അതിനുശേഷം 2 റക്അത്ത്, ഇശാഇന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത്. അത് കഴിഞ്ഞ് പിന്നെ പരിശുദ്ധമായ പരിപാവനമായ റമദാനിലെ ഏറ്റവും വലിയ പ്രത്യേകതയാകുന്ന തറാവീഹ് നിസ്കാരം 20 റക്അത്ത്, 8 അല്ല, 12 അല്ല, 13 അല്ല, 18 അല്ല, 20 റക്അത്ത് നിസ്കരിക്കുക. അതിൻ്റെ തെളിവും അതിൻ്റെ വാദപ്രതിവാദവും നമ്മളിവിടെ പറയുന്നില്ല. 20 റക്അത്ത് തറാവീഹ് നമസ്കാരം, അത് കൃത്യമായി നമ്മൾ ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കാൻ കഴിയുന്നത് പോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില ആളുകൾ കരുതും, ഇന്ന് ഏതായാലും നിലാവ് കണ്ടു, നോമ്പായിട്ടില്ലല്ലോ, നോമ്പ് നാളെ പകലല്ലേ, അപ്പം നാളത്തെ കഴിഞ്ഞിട്ട് നാളത്തെ തറാവീഹ് തൊട്ട് നിസ്കരിച്ച് തുടങ്ങാം. ഇന്നിപ്പോൾ പെട്ടെന്ന് റമദാൻ ആയതിൻ്റെ ഒരു ക്ഷീണമൊക്കെയാണ്, പിന്നെ എന്താ പറയുക, ഒന്നും ഒരുങ്ങിയിട്ടില്ല. അങ്ങനെ പല മുടന്ത ന്യായങ്ങളും പറഞ്ഞ് ആദ്യത്തെ തറാവീഹ് ഒഴിവാക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരിക്കലും പാടില്ല. എന്ത് തയ്യാറാവല്ലേ, ഈ 1 മണിക്കൂർ നിന്ന് നിസ്കരിക്കാൻ എന്ത് തയ്യാറെടുപ്പാണ് വേണ്ടത്? അതായത് ജോലിയൊന്നും തീർന്നില്ല, അതൊന്നും എടുത്തു വെച്ചില്ല, ഇതൊന്നും എടുത്തു വെച്ചില്ല എന്ന് പറഞ്ഞ് ഈ വലിയ എന്താ പറയുക, വലിയ മുടന്ത ന്യായങ്ങൾ പറയുന്നു. നമ്മൾ ആ ന്യായം പറയാതിരിക്കാൻ എന്ത് ചെയ്യുക, ഇന്ന് നിലാവ് കാണുമെന്ന് ഉറപ്പിച്ച് തന്നെ നമ്മൾ തറാവീഹിന് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ ഇശാ നിസ്കാരം, അതിനുശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത്, ശേഷമുള്ള തറാവീഹ് നിസ്കാരം, അത് കഴിഞ്ഞ് വിത്ർ നിസ്കാരമുണ്ട്. ഈ നിസ്കാരങ്ങൾ പരമാവധി എന്നല്ല നിർബന്ധമായും നമ്മൾ നിസ്കരിക്കേണ്ടതാണ്. അതായത് വളരെ സൂക്ഷ്മതയോടുകൂടി നിസ്കരിക്കണം, ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സുന്നത്ത് നിസ്കാരങ്ങൾ എത്ര തന്നെ നിസ്കരിക്കാൻ പറ്റുന്നുമോ അത്ര തന്നെ നിസ്കരിക്കുക. കാരണം ഒരു സുന്നത്തിന് 1 ഫർളിൻ്റെ കൂലി, 1 ഫർളിന് 70 ഫർളിൻ്റെ കൂലി.
പ്രത്യേകിച്ച് റമളാനാകുമ്പോൾ അല്ലാഹു തആല റമളാൻ അല്ലാത്ത സമയത്ത് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ 27 ഇരട്ടിയാണ്. അപ്പോൾ അത് റമളാനിലാകുമ്പോൾ 27 ഇങ്ങനെ ഇരട്ടി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ റമളാനിൽ എന്ത് ചെയ്താലും പ്രതിഫലമാണ്. ഒരു സമയം പോലും നഷ്ടപ്പെടുത്താതെ കഴിയുന്ന ദിക്റുകൾ, ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ 70 സുബ്ഹാനല്ലാഹ്, ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ 70 അൽഹംദുലില്ലാഹ് പറഞ്ഞ കൂലിയാൽ. അതുകൊണ്ട് പരമാവധി കഴിയുന്ന ദിക്റുകൾ ഒരുപാട് കണ്ടു പറയുക. മാത്രമല്ല ഇന്നത്തെ, അതായത് നാളെ നിലാവ് കണ്ട് നാളെ റമളാൻ 1 അറിഞ്ഞു കഴിഞ്ഞാൽ സൂറത്തുൽ ഫത്ഹ് ഓതാൻ മറന്നു പോവണ്ട. സൂറത്തുൽ ഫത്ഹിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് വരുന്ന വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ മൊത്തത്തിലൊന്ന് ഓടിച്ചു പോവുകയാണ്. റമളാൻ 1 അറിയുന്ന ആ രാത്രിയിൽ, അപ്പോൾ ഉസ്താദെ ഞങ്ങൾക്ക് എവിടെയാ സമയം കിട്ടുക? ഞങ്ങൾ റമളാൻ 1 അറിയുമ്പോൾ പിന്നെ പള്ളിയിൽ പോയി നിസ്കരിക്കണം, തറാവീഹ് നിസ്കരിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, എല്ലാം കഴിഞ്ഞ് വരണ്ടേ? മതി. എല്ലാം കഴിഞ്ഞ് വന്നിട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ്, കിടക്കുന്നതിന് മുമ്പ് വാട്സപ്പ് നോക്കാൻ നമ്മൾ എത്ര മിനിറ്റാ? 1 മിനിറ്റ് നോക്കാൻ എടുത്ത് പിന്നെ അത് 1 ആയി, 2 ആയി, 5 ആയി, 10 ആയി, 15, അല്ലെ എത്രയോ സമയം നോക്കി നിൽക്കും. എന്നാൽ ഒരു 5 മിനിറ്റ് സൂറത്തുൽ ഫത്ഹ് ഓതാൻ, അതായത് ഖുർആനിലെ 48ാമത്തെ സൂറത്ത്, ഏകദേശം 29 ആയത്താണെന്ന് മനസ്സിൽ ഓർമ്മ, 29 ആയത്തുള്ള സൂറത്തുൽ ഫത്ഹ്, അത് വേഗത്തിൽ ഓതിപ്പോവാം. സൂറത്തുൽ ഫത്ഹ് ഓതിക്കഴിഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം അറിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും ഒഴിവാക്കില്ല. കാരണം റമളാൻ അനുകൂലമാവാൻ, അതുപോലെ ലൈലത്തുൽ ഖദ്ർ കിട്ടണം എന്നൊക്കെയാണല്ലോ നമ്മുടെ ആഗ്രഹം. ഈ ലൈലത്തുൽ ഖദ്ർ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ, റമളാൻ അനുകൂലമായി മാറുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഒന്നാമതായി ചെയ്യേണ്ടത് പ്രഥമ രാത്രി, അതായത് റമളാൻ ആദ്യത്തെ രാത്രിയിൽ തന്നെ, റമളാൻ നാളെ 1 അറിയുന്ന ആ രാത്രിയിൽ തന്നെ സൂറത്തുൽ ഫത്ഹ് ഓതലാണ്. വലിയ കാവൽ, അള്ളാഹുവിൻ്റെ വലിയ കാവലുണ്ടാകും. മാത്രമല്ല അള്ളാഹിൻ്റെ റസൂല് പറയുന്നു, റമളാൻ ആദ്യത്തെ രാത്രിയിൽ, റമളാൻ നാളെ 1 അറിഞ്ഞാൽ അന്നത്തെ ആ രാത്രിയിൽ അള്ളാഹു റഹ്മത്തിൻ്റെ നോട്ടം ഭൂമിയിലേക്ക് നോക്കും. ആ നോട്ടം ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യത്തിനും അവൻ പേടിക്കേണ്ട. അതെങ്ങനെയാണ് റഹ്മത്തിൻ്റെ നോട്ടം കിട്ടുക? അതെന്താ ചെയ്യേണ്ടത്? ദുആ ചെയ്യണം. അല്ലാഹുവേ, എന്താണ് ദുആ? ആദ്യത്തെ റമളാനിൻ്റെ ആദ്യത്തെ ദിവസം മുതൽ 10 ദിവസം തുടർച്ചയായി നമ്മൾ പറയേണ്ട ഒരു ദുആയുണ്ട്. അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ. ആ ഒരു ദുആ ഇങ്ങനെ, ആ ഒരു ദിക്ർ ഇങ്ങനെ ഒരുപാട് വർദ്ധിപ്പിച്ചാൽ അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം നമ്മളിലേക്ക് കിട്ടും. അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ. ഇത് നാളെ റമളാൻ 1 അറിഞ്ഞാൽ തുടങ്ങേണ്ട പ്രവൃത്തികളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ എന്ന് പറയുന്ന ആ ഒരു ദിക്ർ. പിന്നെയോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീവി ചോദിച്ചു, നബിയേ, റമളാൻ കടന്നു വന്നാൽ ഞാൻ എന്താണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത്? ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു കൊടുത്തു, ആയിഷ, നീ ഏറ്റവും കൂടുതൽ പറയേണ്ടത് 4 കലിമത്തുകളാണ്. എന്നിട്ട് അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞു കൊടുത്തു, എന്ത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുകൽ ജന്ന വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുകൽ ജന്ന വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുകയാണ്. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ എൻ്റെ പാപങ്ങൾ നീ വിട്ടുപുറത്തു മാപ്പാക്കണേ. അസ്അലുകൽ ജന്ന, ഞാൻ നിന്നോട് സ്വർഗ്ഗത്തെ ചോദിക്കുന്നു. വ അഊദു ബിക മിനന്നാർ, കത്തിക്കാളുന്ന നരകത്തിൽ നിന്നും ഞാനിതാ മോചനം ചോദിക്കുകയാണ്. ഈ ഒരു ദിക്ർ റമളാനിൻ്റെ ആദ്യത്തെ 10 മാത്രമല്ല, മുഴുവൻ ദിവസങ്ങളിലും 2ാമത്തെ 10, 3ാമത്തെ 10 നമുക്ക് പറയാവുന്ന വളരെ ശ്രേഷ്ഠമുള്ള ദിക്റാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുകൽ ജന്ന വ അഊദു ബിക മിനന്നാർ. പിന്നെയോ വിത്ർ നിസ്കാരം, അതായത് വിത്ർ നിസ്കാരം. പള്ളിയിലൊക്കെ നമ്മൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ 3 റക്അത്ത് നിസ്കരിക്കുക. അതായത് തറാവീഹിന് ശേഷമുള്ള വിത്ർ നിസ്കാരം 3 റക്അത്താണ് നമ്മൾ നിസ്കരിക്കുക സാധാരണ പള്ളിയിൽ ജമാഅത്തായിട്ട്. 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി വീണ്ടും 2 റക്അത്ത് നിസ്കരിക്കുന്നു. അപ്പോൾ നിയ്യത്ത് വെക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? വിത്റിൽ നിന്നുള്ള 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഇമാമോടുകൂടി നിസ്കരിക്കുന്നു എന്ന് കരുതുക. അതിനുശേഷം 2ാമത് വിത്റിൽ നിന്നുള്ള 1 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് വിത്ർ നിസ്കരിക്കുക. കാരണം വിത്ർ നിസ്കരിച്ചാൽ ഫർളിൻ്റെ കൂലിയാണ്.
വിത്ർ സുന്നത്താണ്. സുന്നത്തായ വിത്ർ നിസ്കരിച്ചാൽ ഫർളിൻ്റെ കൂലിയാണ്. തറാവീഹ് നിസ്കരിക്കുമ്പോഴും അങ്ങനെ തന്നെ. തറാവീഹ് നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന ഒരു വീഡിയോയിൽ നമുക്ക് തറാവീഹ് നിസ്കാരവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, തറാവീഹ് നിസ്കരിക്കുമ്പോൾ പ്രഥമ രാത്രിയിൽ തന്നെ, അതായത് നാളെ റമളാൻ 1 നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് എന്താണ്? തറാവീഹ് നിസ്കാരമാണ്. പിന്നെ ഈ തറാവീഹ് നിസ്കാരത്തിൽ നമ്മൾ നീയത്ത് വെക്കുമ്പോൾ എങ്ങനെ? തറാവീഹ് തുടങ്ങുന്നതിന് മുമ്പ് തറാവീഹ് നിസ്കാരം 20 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു, അങ്ങനെയല്ല നീയത്ത് വെക്കേണ്ടത്. മറിച്ച് തറാവീഹ് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, അങ്ങനെ നീയത്ത് വെക്കുക. അങ്ങനെ നീയത്ത് വെച്ച് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി വീണ്ടും തറാവീഹ് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആല, അങ്ങനെ 2 റക്അത്ത് എണ്ണം വെച്ച് നീയത്ത് വെച്ച് വേണം നിസ്കരിക്കാൻ. മാത്രമല്ല തറാവീഹിൻ്റെ രണ്ടാമത്തെ റക്അത്തിലാണല്ലോ സലാം വീട്ടുക. ഓരോ 2 റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിൽ നമ്മൾ സലാം വീട്ടാൻ നമ്മൾ അത്തഹിയാത്തിലിരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം? അതായത് നമ്മൾ സാധാരണ ഇപ്പോൾ ളുഹർ നിസ്കാരത്തിൽ 2 അത്തഹിയാത്ത്, ആദ്യത്തെ അത്തഹിയാത്ത്, രണ്ടാമത്തെ അത്തഹിയാത്ത്. ളുഹർ നിസ്കാരത്തിൽ നമ്മൾ രണ്ടാമത്തെ അത്തഹിയാത്തിൽ ഇരിക്കുമല്ലോ, ആ ഇരുത്തമാണ് തറാവീഹ് നിസ്കാരത്തിൻ്റെ രണ്ടാമത്തെ റക്അത്തിൽ നമ്മൾ ഇരിക്കേണ്ടത്. അതായത് ളുഹർ നിസ്കാരത്തിൻ്റെ 4ാമത്തെ റക്അത്തിൽ നമ്മൾ ഇരിക്കുന്ന ഇരുത്തം, അവസാനത്തെ അത്തഹിയാത്തിലെ ഇരുത്തമാണ് തറാവീഹ് നിസ്കാരത്തിൻ്റെ ഓരോ 2 റക്അത്തിൻ്റെയും അവസാനം ഇരിക്കേണ്ടത്. അതായത് തറാവീഹ് നിസ്കാരത്തിൽ നമ്മൾ 2 റക്അത്ത് നിസ്കരിച്ചു സലാം വീട്ടി, 2 റക്അത്ത് നിസ്കരിച്ചു സലാം വീട്ടി, അങ്ങനെയാണല്ലോ. അപ്പോൾ ആ അത്തഹിയാത്തിലിരിക്കുമ്പോൾ അവസാനത്തെ അത്തഹിയാത്താണ് ഇരിക്കേണ്ടത്. മാത്രമല്ല തറാവീഹ് നിസ്കാരത്തിൽ നമ്മൾ ഉസ്താദെ ഫാത്തിഹ ഓതൽ നിർബന്ധമുണ്ടോ എന്ന് പല ആളുകളും ചോദിച്ചു. ഫാത്തിഹ ഓതണം. തറാവീഹ് നിസ്കരിക്കുന്ന എല്ലാവരും ഫാത്തിഹ ഓതണം. അല്ലാതെ ഇമാം ഓതുന്നത് കേട്ടാൽ പോരാ. ഷാഫിഈ മദ്ഹബ് പ്രകാരം നമ്മളെല്ലാവരും ഓതണം. സൂറത്ത് ഓതൽ നിർബന്ധമില്ല. സൂറത്ത് ഓതുകയല്ല, ഓതുന്നത് കേട്ടാൽ മതി. പക്ഷെ ഫാത്തിഹ ഓതണം. ഫാത്തിഹ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇമാമിനേക്കാൾ മുൻകടന്ന് ഫാത്തിഹ ഓതാൻ പാടില്ല. ഇമാം അവിടെ ഫാത്തിഹ തുടങ്ങിയിട്ടില്ല, ഇവിടെ നമ്മൾ ഫാത്തിഹ ഓതി തീർന്നു, അങ്ങനെയല്ല. ഇമാമിൻ്റെ പിറകെ നമ്മൾ ഓതി പോവുക. അല്ലെങ്കിൽ ഇമാമ് ഫാത്തിഹ ഓതിയിട്ട് സൂറത്ത് ഓതുന്നതിൻ്റെ ആ ഒരു ടൈം ഉണ്ടല്ലോ, ഇമാമ് ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫാത്തിഹ ഓതുക. ആ ബാക്കിയുള്ള സമയമാണ് എന്ത് ചെയ്യേണ്ടത്? ഇത് കേൾക്കൽ, സൂറത്ത് കേൾക്കൽ നമുക്ക് സുന്നത്തായിട്ടുള്ളത്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ പെട്ടെന്ന് ഓടിച്ചു പോവുകയാണ്, തറാവീഹ് നമസ്കാരത്തിൽ 2 റക്അത്ത് തറാവീഹ് നമസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഇമാമോടുകൂടി നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാ. ആദ്യം തന്നെ എന്താ ഓതേണ്ടത്? വജ്ജഹ്തുവാണ്. വജ്ജഹ്തു ഉസ്താദേ ഈ 20 റക്അത്തിലും എങ്ങനെയാണ് വജ്ജഹ്തു ഓതുക? വേണ്ട, വജ്ജഹ്തു ഓതണ്ട. സുബ്ഹാനല്ലാഹ് എന്ന് പറയാം, അല്ലെങ്കിൽ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക്. അതായത് ഒരു സനാ, അള്ളാഹുവിനൊന്ന് പുകഴ്ത്തുക. സുബ്ഹാനല്ലാഹ് എന്ന് പറയുക എന്താണ്? അള്ളാഹു എന്ന് പുകഴ്ത്തലാണ്. അപ്പോൾ ആ ഒരു വാക്കെങ്കിലും പറയണം. വജ്ജഹത്തുവിൻ്റെ പ്രതിഫലം കിട്ടാൻ സുബ്ഹാനല്ലാഹ് എന്ന വാക്ക്, അല്ലെങ്കിൽ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് എന്നെങ്കിലും പറഞ്ഞാൽ ഒരു കറാഹത്ത് ഒഴിവാകും. മനഃപൂർവ്വം ഇഫ്തിതാഹിൻ്റെ, അതായത് വജ്ജഹത്ത് ഒഴിവാക്കൽ എന്താണ്? കറാഹത്താണ്. അങ്ങനെ 20 റക്അത്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ 10 കറാഹത്ത് അവിടെ വരും. അപ്പോൾ ആ കറാഹത്ത് വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? സുബ്ഹാനല്ലാഹ് എന്ന് പറയലോ അല്ലെങ്കിൽ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് എന്ന് പറയലോ പ്രത്യേകം സുന്നത്താണ്. അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ള ആ ഒരു ശൈത്വാനിനെ ഓടിക്കുന്ന ഒരു ദുആയാണല്ലോ അത്, ആ ദുആ പറയലും സുന്നത്താണ്. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് തറാവീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ട്. ഇൻഷാ അല്ലാഹ് നമുക്കൊരു മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ തറാവീഹ് നമസ്കാരം, വിത്ർ നിസ്കാരം, ഇതൊന്നും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. പരമാവധി ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കേണ്ടതാണ്. പിന്നെയോ ഒരു നന്മയും പാഴാക്കാൻ പാടില്ല. തസ്ബീഹ് പറയാൻ കിട്ടുന്ന സമയം തസ്ബീഹ് പറയുക. പിന്നെയോ തുമ്മിയാൽ അൽഹംദുലില്ലാ പറയുക. കാരണം അൽഹംദുലില്ലാ എന്ന് പറയൽ, നമ്മൾ തുമ്മിയ ഉടനെ തന്നെ അൽഹംദുലില്ലാ എന്ന് പറയൽ എന്താണ്? സുന്നത്താണ്. സുന്നത്തായ ആ ഒരു കർമ്മം റമളാനിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്തായി മാറുന്നു? അതൊരു ഫർള് ചെയ്തതിൻ്റെ പ്രതിഫലമായി മാറുകയാണ്. പിന്നെയോ റമളാനിൽ രാവും പകലും വുളൂ ഉള്ളവരായി പ്രത്യേകം ശ്രദ്ധയോടെ നമ്മളിരിക്കുക. പകലിലും നമ്മൾ വുളൂ ഉള്ളവരാവുക, രാത്രിയിലും വുളൂ ഉള്ളവരാവുക. എന്തെങ്കിലും മൂത്രമൊക്കെ ഒഴിച്ചിട്ട് വുളൂ മുറിഞ്ഞാൽ അപ്പോൾ തന്നെ വുളൂ എടുക്കുക. കിടക്കുന്നതിന് മുമ്പ് പ്രത്യേകം വുളൂ ഉള്ളവരായിരിക്കുക. മാത്രമല്ല മഗ്‌രിബ് ബാങ്ക് വിളിച്ച് നോമ്പൊക്കെ തുറന്നു. നോമ്പ് തുറന്നത് ആ സമയം മുതൽ
പിന്നെ പിറ്റേന്ന് സുബഹിയുടെ സമയം വരെ, അത്താഴത്തിൻ്റെ സമയം വരെ നമുക്ക് സുഗന്ധം ഉപയോഗിക്കാൻ അനുവാദമുള്ള സമയമാണ്. റമളാനിൻ്റെ പകലിൽ സുഗന്ധം ഉപയോഗിക്കൽ കറാഹത്താണ്. റമളാനിൻ്റെ രാത്രിയിൽ സുഗന്ധം ഉപയോഗിക്കലും നല്ലതുപോലെ കുളിക്കലും, കാരണം റമളാനിൻ്റെ പകലിൽ കുളിക്കൽ കറാഹത്താണെന്നോ അല്ലെങ്കിൽ ഹറാമാണെന്നോ ഒന്നും അല്ല പറഞ്ഞത്. കുളിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ റമളാനിൽ നമ്മൾ പകലിൽ കുളിക്കുമ്പോൾ പലപ്പോഴും ചെവിയുടെ ഉള്ളിൽ കൂടി, മൂക്കിൻ്റെ ഉള്ളിൽ കൂടി, വായിൽ കൂടിയൊക്കെ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് റമളാനിൻ്റെ രാത്രിയിൽ, അതായത് നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞ് ഇശാ നിസ്കാരത്തിനോ അല്ലെങ്കിൽ തറാവി നിസ്കാരത്തിനോ പോകുന്നതിനും തൊട്ട് മുമ്പ് ഒന്ന് കുളിക്കുക. നല്ലതുപോലെ ഒന്ന് കുളിക്കൽ പ്രത്യേകം ഖൈറാണ്, നല്ലതാണ്. അങ്ങനെ റമളാനിൻ്റെ രാത്രിയിൽ കുളിക്കൽ സുന്നത്താണ്. റമളാനിൻ്റെ രാത്രികളിൽ അത്തർ പൂശുക, അതായത് സുഗന്ധം പൂശൽ സുന്നത്താണ്. പിന്നെയോ അത്താഴം കഴിക്കും. പല ആളുകളും എന്താ ഒരു പടച്ചോനോട് ദേഷ്യമുള്ളതുപോലെ അത്താഴത്തിന് എഴുന്നേക്കുകയേ ഇല്ല. എന്താ എനിക്ക് വേണ്ട, എനിക്കൊന്നും വേണ്ട, ഞാൻ ഒന്നും തിന്നാതെ നോമ്പ് പിടിച്ചോളാം. എന്തിനാത്? ഒരു ഇറുക്ക് വെള്ളമെങ്കിലും കുടിക്കൽ, ഒരു കവള് വെള്ളമെങ്കിലും കുടിക്കൽ സുന്നത്താണ്. അപ്പോൾ വെള്ളം, അത്താഴം കഴിക്കൽ പ്രത്യേകം സുന്നത്താണ്. മാത്രമല്ല അത്താഴം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ വലിയ ബറക്കത്ത് അല്ലാഹു വെച്ചിട്ടുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം. അത്താഴം പരമാവധി താമസിപ്പിക്കുക. അതായത് 5 മണിക്കാണ് ബാങ്കെങ്കിൽ 3 മണിക്ക് എഴുന്നേറ്റ് അത്താഴം കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. 5 മണിക്കാണ് ബാങ്കെങ്കിൽ ഒരു 4:45 അത്താഴം കഴിക്കലാണ് ഏറ്റവും കാരണം അത്താഴം വൈകിപ്പിക്കുക, നോമ്പ് തുറ വേഗത്തിലാക്കുക. മഗ്‌രിബ് ബാങ്ക് വിളിക്കുന്നത് 6:30 മഗ്‌രിബ് ബാങ്ക് വിളിക്കുന്നത് 6:30. 6:30 നമ്മൾ നോമ്പ് തുറക്കേണ്ട പല ആളുകളും അവിടെ കൊടുത്തു, അവിടെ വിളമ്പി, ഇവിടെ വിളമ്പി, സാധനം എടുത്തു വെച്ചു. അങ്ങനെ മനഃപൂർവ്വം നോമ്പ് തുറ ഇങ്ങനെ വൈകിപ്പിച്ച് 6:35, 6:40, 6:45 നോമ്പ് തുറക്കുന്ന എത്രയോ ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ ശ്രദ്ധിക്കണം. നോമ്പ് തുറക്കാനുള്ള സമയമായാൽ, അതായത് ബാങ്ക് വിളിച്ചാൽ ആ ഒരു ടൈം ആയാൽ ഒരു കാരക്ക കൊണ്ടെങ്കിലും നോമ്പ് തുറക്കുക, അല്ലെങ്കിൽ ഒരു റിക്ക് വെള്ളമെങ്കിലും കുടിച്ചിട്ട് നോമ്പ് തുറക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാതെ വലിയ ഭക്ഷണം അപ്പോൾ തന്നെ കഴിക്കണമെന്നല്ല പറഞ്ഞത്, പത്തിരി ഇറച്ചിയൊക്കെ അപ്പോൾ തന്നെ കഴിക്കണം എന്നല്ല പറഞ്ഞത്. നോമ്പ് തുറക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നോമ്പ് തുറ വേഗത്തിലാക്കണം, അത്താഴം കുറച്ച് താമസിപ്പിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഉമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ വീട്ടിൽ റമളാനാകുമ്പോൾ പ്രത്യേകിച്ച് വൈകുന്നേര സമയത്ത് നോമ്പ് തുറയുടെ മഗ്‌രിബിൻ്റെ സമയത്ത് ഒരുപാട് തിരക്കുണ്ടാകും. എത്ര പേരാണെങ്കിലും അവർക്കൊക്കെ തിരക്കുണ്ടാകും. ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കലും തേങ്ങാപ്പാൽ പിഴിയലാണ് അപ്പോൾ കൂടുതൽ പെണ്ണുങ്ങൾക്കുള്ള ജോലി. ഈ റമളാൻ്റെ സമയത്ത് തേങ്ങാപ്പാലും തേങ്ങ ചിരണ്ട് തേങ്ങാപ്പാൽ പിഴിയൽ, പത്തിരിയിൽ മുക്കാൻ, പിന്നെ അതുപോലെ തന്നെ ഇറച്ചിക്കറി താളിക്കൽ, അതുപോലെ ജ്യൂസ് ഉണ്ടാക്കൽ, നാരങ്ങ പിഴിയൽ, ഇതൊക്കെ ചെയ്ത് മറ്റുള്ളവർക്ക് വിളമ്പിക്കൊടുത്ത് എല്ലാം ആയിട്ട് ഇവർ നോമ്പ് തുറക്കൂ. പാടില്ല. ബാങ്ക് വിളി കേട്ടാൽ ഉടൻ തന്നെ ഒരു കാരക്കയോ ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ ഒരു റിക്ക് വെള്ളമോ കൊണ്ട് നോമ്പ് തുറന്നിട്ടേ നിങ്ങൾ മറ്റുള്ള പണിക്ക് പോകാൻ പാടുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെയോ പല ആളുകളും മറന്നു പോകുന്നൊരു കാര്യമാണ് റമളാനിൻ്റെ നോമ്പിൻ്റെ നിയ്യത്ത് വെക്കുക. നിയ്യത്ത് പലപ്പോഴും വെക്കാൻ മറന്നു പോകുന്നവരുണ്ട്. മറക്കാൻ പാടില്ല. സുന്നത്ത് നോമ്പാണെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് നിയ്യത്ത് വെച്ചാലും ആ സുന്നത്ത് നോമ്പ് കിട്ടും, നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്തില്ല എങ്കിൽ. എന്നാൽ റമളാനിലെ ഈ ഫർളാക്കപ്പെട്ട നോമ്പിൻ്റെ നിയ്യത്ത് രാത്രി തന്നെ വെച്ചിരിക്കണം. അതായത് സുബഹിക്ക് ശേഷം വെച്ചാൽ ശരിയാവില്ല. ആ സുബഹിക്ക് മുമ്പുള്ള ടൈമിൽ നമ്മൾ വെക്കാൻ മറന്നു പോവാൻ പാടില്ല. അപ്പോൾ അതായത് എല്ലാ ദിവസവും ഇശാ നമസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ തറാവീഹ് നിസ്കാരത്തിന് ശേഷം നിയ്യത്ത് അങ്ങോട്ട് വെച്ചുക. ഇപ്പോൾ പള്ളിയിൽ പോകുന്ന പുരുഷന്മാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പള്ളിയിലെ എല്ലാ പള്ളികളിലും ഉസ്താദുമാർ തറാവീഹ് നമസ്കാരത്തിന് ശേഷം നിയ്യത്ത് വെച്ച് തരും. ചിലപ്പോൾ വിത്തറിന് ശേഷം നിയ്യത്ത് വെച്ച് തരും. അപ്പോൾ എന്തായാലും ആ നിയ്യത്ത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. നിയ്യത്ത് സുബഹിക്ക് മുമ്പ് തന്നെ, അതായത് സുബഹി ബാങ്കിന് മുമ്പ് തന്നെ നമ്മൾ വെക്കേണ്ടതാണ്. ഇനി അഥവാ ഒരാൾ അങ്ങനെ വെക്കാൻ മറന്നു പോയാൽ ഒരു 10 മണിക്കാണ് ഓർക്കും, പടച്ചോനെ ഞാൻ നിയ്യത്ത് വെച്ചില്ലല്ലോ. എന്താ, അയാൾക്ക് നോമ്പില്ല, നോമ്പ് കിട്ടൂല, കാരണം നിയ്യത്ത് വെച്ചില്ലല്ലോ. അപ്പോൾ നോമ്പുകാരനെ പോലെ ആ ദിവസം കഴിയുകയും പിന്നീട് റമളാൻ കഴിഞ്ഞിട്ട് നഷ്ടപ്പെട്ടു പോയ ആ നോമ്പ് ഖളാ വീട്ടുകയും ചെയ്യണം. മുദ്ദു കൊടുക്കലോ ഒന്നും വേണ്ട, ഖളാ വീട്ടണം, അത് നിർബന്ധമാണ്. നിയ്യത്ത് എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊക്കെ പറയാം. നിയ്യത്തിൻ്റെ ഒരു പൂർണ്ണമായിട്ട് രൂപം അതാണ്. ആദ്യം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ അദാ ആയ ഫർളായ റമളാൻ മാസത്തിലെ നാളത്തെ നോമ്പിന് അല്ലാഹു തആലാക്ക് വേണ്ടി പിടിച്ചുവിടുവാൻ ഞാൻ കരുതി. ഇതാണ് നിയ്യത്ത്.
അതിനുശേഷം വേണമെങ്കിൽ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് ഫാത്തിഹ ഓതാം, സൂറത്തുൽ ഇഖ്ലാസ് ഓതാം, മുഅവ്വിദത്തീനൊക്കെ ഓതാം, കുഴപ്പമൊന്നുമില്ല. ആ നിയ്യത്ത് നമുക്കൊക്കെ അറിയാവുന്നതാണ്, പിന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അപ്പോൾ ഇതുപോലുള്ള ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട റമദാനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മസ്അലകൾ. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് വരുന്ന സമയത്തൊക്കെ നമുക്ക് പറയാം. അപ്പോൾ നാളെ റമദാൻ ഒന്നാണെന്നറിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ കേൾക്കുക. നാളെ റമദാൻ ഒന്നാണെങ്കിൽ അത് പ്രത്യേകം മനസ്സിലാക്കി ആ കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്, മ്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കാണുക. ഇതിൽ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ വലിയ പ്രതിഫലം അല്ലാഹു നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും നൽകും. ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കിട്ടാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾക്ക് താഴെ എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നവരുണ്ടോ എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് ശിഫാ നൽകട്ടെ. എല്ലാവിധ നന്മകളും അല്ലാഹു നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും നൽകുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കഴിഞ്ഞുപോയ റജബ്, ഇപ്പോൾ നമ്മൾ നിലനിൽക്കുന്ന ശഅബാൻ, ഇതൊക്കെ നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മളെല്ലാവരെയും അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.